ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു എഗ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിൽ 3 എഗ്ഗ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/3 കപ്പ് കാബേജ് ഷ്രെഡ് ചെയ്ത് ചേർക്കാം. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ, ഏകദേശം ഒരു പിടി ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിൽ അരിയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നീളത്തിൽ അരിയുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇതേ അളവിൽ തന്നെ നമുക്ക് ഒരു 1/3 കപ്പ് ക്യാരറ്റ് ഷ്രെഡ് ചെയ്തത് ചേർക്കാം. 1/3 കപ്പ് സവാള അരിഞ്ഞത് ചേർക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഈ 2 വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചൊക്കെ നമുക്ക് വെജിറ്റബിളിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ സൈഡിൽ ഞാൻ സാൻഡ്വിച്ചിനായിട്ടുള്ള ബ്രെഡും അതേപോലെ തന്നെ ബട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഓൾറെഡി ഞാൻ സൈഡ് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. സൈഡ് കട്ട് ചെയ്ത് കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ബ്രെഡാണെങ്കിൽ ജംബോ സൈസ് ബ്രെഡാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയത് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ചെറുതാക്കിയത്. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു തവ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത വെജിറ്റബിൾസ് ഒന്നും ഫുള്ളായിട്ട് കുക്കാവണമെന്നില്ല. സാൻഡ്വിച്ച് അല്ല, അപ്പോൾ ചെറിയൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഇതിൽ മാത്രം കുക്കായാൽ മതി കേട്ടോ. അല്ലാണ്ട് കുറേ നേരം നമ്മൾ ആ വെജിറ്റബിൾ കുക്കാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം, നമ്മൾ സാധാരണ ഓംലെറ്റ് ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. നമ്മൾ ആ ബ്രെഡിൻ്റെ അതേ സൈസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. 2 പീസ് ഓംലെറ്റിൻ്റെ ഇടയിലായിട്ട് ചീസ് വെക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ഫോൾഡ് ഒന്നും ചെയ്യണമെന്നില്ല. എളുപ്പത്തിന് ആ ഫോൾഡോട് കൂടി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഓംലെറ്റ് നല്ല ചൂടായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ആ ചൂട് തട്ടുമ്പോൾ തന്നെ ചീസ് ഒന്ന് ഉരുകി വരും ഇപ്പോഴേ. അപ്പോൾ ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഓംലെറ്റ് ചെയ്ത ആ പാൻ തന്നെ എടുത്താൽ മതി, കഴുകൊന്നും വേണ്ട. ആ ബ്രെഡ് വെക്കുന്ന ഭാഗം മാത്രം നമുക്ക് കുറച്ച് ആ ഭാഗം മാത്രം ബട്ടർ തേച്ച് കൊടുക്കാം. ഒരു ലോയിനും മീഡിയത്തിലും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം കേട്ടോ, ഒത്തിരി ചൂടിൽ വെക്കേണ്ട. എന്നിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കാം. ഈ ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡ് മാത്രം മതി. ആ ബട്ടർ തേച്ച സൈഡിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് സോസ് യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഗാർലിക് സോസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഏത് സോസ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. ചൂടായിട്ടുള്ള തവയിലേക്ക് ആ ബ്രെഡ് അങ്ങ് വെക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഓംലെറ്റും ചീസും കൂടി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ടൊമാറ്റോയുടെ 2 സ്ലൈസും കൂടി ഇതിൻ്റെ മേലെ വെക്കേണ്ട കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ടൊമാറ്റോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെക്കാം കേട്ടോ, മറ്റേ ബ്രെഡിൻ്റെ കൂടെ നിങ്ങൾ വെച്ചോളോ. ഇനി ഇതിൻ്റെ മേലെ വെക്കാനായിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ ബട്ടർ തേച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ സോസ് സ്പ്രെഡ് ചെയ്യുക, കമഴ്ത്തി വെക്കുക. അല്പം ബട്ടറും കൂടിയിട്ട് ഇതിൻ്റെ മേലെയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്നാലും നമുക്കിത് തിരിച്ചിടുമ്പോൾ കരിയാതിരിക്കുള്ളൂ അല്ലേ. പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒട്ടിക്കോളൂ ഇരുന്ന്. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് അടുത്ത സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ മറ്റേ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം മറിച്ചിടാനായിട്ട് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ സ്ഥാനം തെറ്റിപ്പോവും. കണ്ടോ, ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മുറിക്കാൻ നിൽക്കണ്ട, ആ ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് എടുക്കാം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ 2 സ്ലൈസ് ഓംലെറ്റിൻ്റെ പീസല്ലേ ഒരെണ്ണത്തിൽ വെച്ചത്, അങ്ങനെ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്ലൈസ് ഓംലെറ്റിൻ്റെ പീസ് വെച്ചാൽ മതി. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അകം നല്ല സോഫ്റ്റ് ആണ്. കാരണം ചീസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ എഗ് ഉണ്ട്. ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക കമൻറ്റായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ താഴെ റെഡ് കളർ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.